നടൻ ജയസൂര്യ ഒരു തട്ടിപ്പ് കേസിൽ പങ്കാളിയാണോ എന്ന് സംശയിച്ച് അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ED ചോദ്യം ചെയ്യുന്നുണ്ട്. വെറും 25,000 രൂപ നിക്ഷേപിച്ചാൽ പിന്നീടുള്ള മാസങ്ങളിൽ 5 ലക്ഷം രൂപ സമ്പാദിക്കാം. പിന്നെ ജീവിതം മുഴുവൻ വെറുതെ ഇരുന്നാൽ മതി. അങ്ങനെ കാശ് കിട്ടുന്ന ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച്. സേവ് ബോക്സ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് ജയസൂര്യ. കുറ്റവാളിയാണോ അല്ലയോ എന്നറിയില്ല. തട്ടിപ്പ് നടന്നിട്ടുണ്ട് കമ്പനിയിൽ. അതിൽ ജയസൂര്യ പങ്കാളിയാണോ അല്ലയോ, അതിൻ്റെ പേരിലാണ് ഇപ്പം അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ED ചോദ്യം ചെയ്യുന്നത്. നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലം എടക്കോട് അവിടെ ഒരു ആശ്രമത്തിലുണ്ടായിരുന്ന സമയത്ത് അവിടെ എന്നെ കാണാൻ വരുന്ന ഒരു ഫാമിലി, അതിലൊരു സ്ത്രീ, വിദ്യാസമ്പന്നയാണ്, ഒരു സ്കൂളിൽ ടീച്ചറാണ്, പ്രൈവറ്റ് സ്കൂൾ ടീച്ചറാണ്. അവർക്ക് മക്കളില്ല, ഭർത്താവുണ്ട്. ഭർത്താവും അവരും കൂടിയാണ് വരാറ്. ഒരു ദിവസം അവർ ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് വരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് വരവ്. എവിടെ നിന്നോ അവർക്ക് കിട്ടിയൊരു ഫ്രണ്ട്ഷിപ്പ്, ആ ഡീലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിംഗ് ആരംഭിച്ചു. അപ്പുറത്തുള്ള ആള് മഹാകോടീശ്വരനാണ്, വിദേശിയാണ്. ഇവരൊരു സാധാരണ ടീച്ചറാണ്. ഭർത്താവിനും എന്തോ ജോലിയുണ്ട്. അതിന് മനം തോന്നുകൊണ്ട് അദ്ദേഹം ഇവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങളും ഒരു വലിയ വാച്ചും അങ്ങനെ കുറേ കാര്യങ്ങൾ, ഏകദേശം 10-20 ലക്ഷം രൂപ വരുന്ന സാധന സാമഗ്രികൾ ഞങ്ങൾ നിങ്ങൾക്ക് അയക്കാം കേട്ടോ, വിഷമിക്കണ്ട എന്നൊക്കെയും പറഞ്ഞ് ഒരു ചാറ്റിലൊരു മെസ്സേജ് ഇവർക്ക് കിട്ടി. ഇവർക്ക് വലിയ സന്തോഷമായി. ഇവർ പിന്നെ അത് കാത്തിരിക്കുകയാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ സാധനം അയച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്കൊരു 10 ദിവസത്തിനകത്ത് നിങ്ങൾക്കവിടെ 10-15 ദിവസത്തിനകത്ത് നിങ്ങൾക്കവിടെ കിട്ടും കേട്ടോ സഹോദരി. ഇനിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചാരിറ്റിയുടെ ഭാഗമാണിത്. ഏതെങ്കിലും ഒരു കുടുംബത്തെങ്കിലും നന്നാക്കുക, അതിനു വേണ്ടിയിട്ടാണിത് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കൈപ്പറ്റുക. വീണ്ടും കൂടുതൽ എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. എന്തെങ്കിലും ഒരിക്കൽ ഞാൻ നിങ്ങളുടെ നാട്ടിൽ വരുന്നതുമാണ്. ഇങ്ങനെ ഇവരെ വിശ്വസിപ്പിച്ച് ഈ സാധനം അയച്ചത്രേ. പിന്നെ അതിൽ കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഈ സ്ഥലം വരുന്നത് ഡൽഹിയിലാണ് വരുന്നത്. ഡൽഹിയിൽ നിന്നൊരാൾ വിളിച്ചു ഹിന്ദിയിൽ, നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്നോ മറ്റോ അയച്ച സമ്മാന പൊതി ഇവിടെ എത്തിയിട്ടുണ്ട്, അതിവിടുന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, വിദേശത്തു നിന്ന് ഒരു സാധനമായതുകൊണ്ട് റിലീസ് ചെയ്യാനായിട്ടുള്ള ചില കാര്യക്രമാദികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ 30,000 രൂപ അയക്കണം. അവരതൊന്നെ അയച്ചു. പിന്നീട് വീണ്ടും
മറ്റെന്തോ രേഖകൾ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി വീണ്ടും ആവശ്യപ്പെട്ടു 10,000 രൂപ. അതും അയച്ചു. അവർ നീട്ടി വിളിച്ച് താങ്ക് യു പറഞ്ഞു. അതിനുശേഷം പിന്നെ വന്ന ഫോൺ കോളിൽ ഇത് കൊച്ചിയിലെത്തിയിട്ടുണ്ട്, എയർപോർട്ടിലെത്തിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സമക്ഷം എത്തും, അവിടെയും നിങ്ങൾ കുറച്ച് പൈസ കൊടുക്കേണ്ടതുണ്ട്. അതും അവർ കൊടുത്തു. ഏകദേശം 50,000 രൂപ അവർ കൊടുത്തു. കാരണം കിട്ടാൻ പോകുന്ന 20 ലക്ഷം രൂപയുടെ സാധന സാമഗ്രികളാണ്. നല്ലൊരു മനുഷ്യൻ ഇവർക്ക് അയച്ച സാധന സാമഗ്രികൾ. അതിൻ്റെ പുറകിൽ പോയി 50,000 രൂപ പോയി. ഭർത്താവ് അറിയാതെയാണ് അവർ ചെയ്തത്. പക്ഷെ അതിനുശേഷം പിന്നെ ഒന്നും സംഭവിച്ചില്ല, ഒന്നും കിട്ടിയില്ല, ഒരു ഡൽഹിയുമില്ല, ഒരു എയർപോർട്ട് കാര്യങ്ങളുമില്ല. അതും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അവരുടെ ഫോൺ നമ്പറുകളും അതിൽ വിളിച്ച ആളുകളുടെ ഏകദേശ സ്വരൂപം ഹിന്ദിയാണോ മലയാളത്തിലാണോ ഇവിടെ അതുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഈ സ്ത്രീയോടെ കരയാൻ ആരംഭിച്ചു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ബന്ധമില്ല, ഞാനവിടെ ആശ്രമത്തിൽ ഇവർ വരാണ്ട് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഈ ഫോൺ നമ്പറുകളും ഈ വ്യക്തികളും അതിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തോൽക്കും, അത്രമാത്രം. നിങ്ങൾക്ക് പോയ പൈസ പോയി കഴിഞ്ഞു, ഇനി അത് മറക്കുക മാത്രമാണ് നല്ലത്. അതാണ് സ്ഥിതി. ആഫ്രിക്ക കേന്ദ്രമാക്കിയിട്ട് പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടത്രേ. ഈ പോലീസ് അധികാരി എന്നോട് പറഞ്ഞത്, ഇത്തരം ഫ്രോഡ് പ്രവർത്തനങ്ങളുടെ പുറകിൽ പോകുന്നവരും ഫ്രോഡുകളാണ്. നിയമത്തിന് അനുരോധമായിട്ടല്ല സഞ്ചരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ഈ പരാതി പറയാൻ വരുന്ന ആളുടെ പേരിൽ പോലും കേസെടുക്കേണ്ടതുണ്ട്. നോട്ട് ടിപ്പ് പോലൊരു സംഭവം. ഇവിടെയും സേവ് ബോക്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഒരുത്തൻ ആസൂത്രണം ചെയ്തു. 25,000 നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ മാസം 5 ലക്ഷം രൂപ സമ്പാദിക്കാമെന്നാണ്. അത് വിശ്വസിക്കാൻ ആളുണ്ടായി എന്നുള്ളതാണ്. അതിന് കാരണം സിനിമാ താരമായിട്ടുള്ള സ്റ്റാറായിട്ടുള്ള ജയസൂര്യ അതിനുവേണ്ടി അഡ്വർടൈസ്മെന്റ് നടത്തി എന്നുള്ളതാണ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒക്കെ വളരെ കുറഞ്ഞ വിലയിൽ ട്രാൻസാക്ട് ചെയ്യാം ഓൺലൈനിലൂടെ. ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ തട്ടിപ്പ് അരങ്ങേറിയത്. ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലരും ഇതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ ഇതിൽ ശരികൾ കാണും, പിന്നീടത് ശരിയല്ലായ്മ കാണും. ഞാനിപ്പോൾ ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. സ്കൂളിലും കോളേജിലും പഠിച്ചതാണ്. അച്ഛനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അയാളുടെ മകനും ഇതുപോലെ തന്നെ തറവാടിത്തൂറിൻ്റെ പെരുമാറ്റമാണ് സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ടായത്. പക്ഷേ പിന്നെ വളരെ കാലത്തൊരു ഗ്യാപ്പ് വന്നു, 10-20 വർഷത്തെ ഗ്യാപ്പ് വന്നു. പിന്നീട് കാണുന്നത്, എന്നെ കണ്ട ഉടനെ വിളിച്ചു, സ്വാമി എന്നാണ് വിളിച്ചത്. അദ്ദേഹം നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഭാരത് ഹോട്ടലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ആളുകളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. 8 കോടി രൂപ എൻ്റെ പക്കൽ എത്തിയിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള സമൂഹത്തിന് സേവ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അത് എത്തിയിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു ബുക്ക് തരാം. ആ പുസ്തകത്തിൽ നിങ്ങൾ തരേണ്ടത് ഇത്ര രൂപയാണ്. അതിലെ തുണ്ടുകൾ നിങ്ങൾ വിറ്റഴിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. ഒരു തരം ചെയിൻ ബിസിനസ്.
എല്ലാം കഴിഞ്ഞ സമയത്ത് അദ്ദേഹമാണ് എന്നെ ആഹാരം കഴിക്കാൻ വിളിച്ചത്, കാപ്പി കുടിക്കാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞു, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, രാമചന്ദ്രൻ എന്ന് വെക്കാം. രാമചന്ദ്ര, ഈ കാപ്പി കുടിച്ചതിൻ്റെ പൈസ നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങളുടെ കയ്യിലില്ല എന്ന് എനിക്കറിയാം, ഞാൻ കൊടുത്തോളാം. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, സ്നേഹം കൊണ്ടാണ് പറയാനുള്ളത്. ഇത് ചെന്ന് എത്തിപ്പെടുക വിയ്യൂരായിരിക്കും കേട്ടോ എന്ന്. ആള് പറഞ്ഞു, അല്ല സ്വാമിക്ക് വേണ്ടി വേണ്ട, സ്വാമിക്ക് വേണ്ടി വേണ്ട. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുണ്ടെന്നെങ്കിൽ പറഞ്ഞു. രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു. മാസങ്ങൾക്ക് ശേഷം തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുന്ന പത്രങ്ങളിലൊക്കെ വന്നു, ഈ വ്യക്തി വിയ്യൂർ സെൻട്രൽ ജയിലിലാണെന്നും പറഞ്ഞിട്ട്. എൻ്റെ ശാപം കൊണ്ടല്ല, ഇതൊക്കെ അങ്ങനെ സംഭവിക്കുള്ളൂ. ഇങ്ങനെയുള്ള തട്ടിപ്പ് കാര്യങ്ങളിൽ ഇവിടെ പണ്ട് ബ്ലേഡ് കമ്പനി ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു. എല്ലാവരും കൊണ്ട്, തമിഴ്നാട്ടിലുള്ള ആൾക്കാരടക്കം കൊണ്ട് കേസ് കൊടുത്തു. അന്ന് കോടതിയിൽ ചെന്നപ്പോൾ കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവിടുത്തെ ഷെഡ്യൂൾ ബാങ്കുകളുണ്ട്, അതിൽ പൈസ ഇടാതെ ഇത്തരം ബ്ലേഡ് കമ്പനിയിൽ പൈസ കൊടുത്തത് എന്തുകൊണ്ട്? അത് നിയമത്തെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള കാര്യമല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന്. അതിന് മറുപടി അവിടുത്തെ ജഡ്ജി ചോദിച്ചത്, അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഇതുപോലെ തന്നെ പലപ്പോഴും പല കാര്യക്രമങ്ങളും പറഞ്ഞ് ഓരോരുത്തരിൽ നിന്ന് 2 കോടി 10 കോടി 15 കോടി എങ്ങനെയാണ് ഈ മനുഷ്യന്മാരിങ്ങനെ ചതിയിൽ വീഴുന്നത് എനിക്കറിയില്ല. ഇവിടെയും അതുപോലെ തന്നെ സേവ് ബോക്സ് തട്ടിപ്പ് കേസ്. അതിൻ്റെ ഉടമ ഒരു തൃശ്ശൂർകാരനാണ്. തൃശ്ശൂര് പടിഞ്ഞാറക്കോട്ടയിലോ മറ്റോ ആണ് അതിൻ്റെ ഓഫീസ് എന്ന് തോന്നുന്നു. സ്വാദിഖ് റഹീം എന്നാണ് അയാളുടെ പേര്. അയാളെയാണ് അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ പേരിലാണ് ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ആണ് നടൻ പ്രവർത്തിച്ചത്, ജയസൂര്യ പ്രവർത്തിച്ചത്. അവരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരുന്നു. ലാഭവിഹിതവും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. ഒരുപാട് സിനിമാ താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സ്വാദിഖ് റഹീം, അദ്ദേഹത്തിൻ്റെ അച്ഛനും സിനിമാ രംഗത്തായിരുന്നു എന്നാണ് അറിയുന്നത്. അതിൻ്റെ വാലും തുമ്പ് പിടിച്ചുകൊണ്ടാണ് സിനിമാ താരങ്ങളുമായിട്ട് ഈ സ്വാദിഖ് റഹീം പറഞ്ഞാൽ ഇത്തരം ആളുകളുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ തട്ടിപ്പിൻ്റെ ഉള്ളകങ്ങൾ കണ്ടറിയാൻ കഴിയാത്തത് കൊണ്ടാണോ ജയസൂര്യ അയാളുമായിട്ട് കൂട്ടുകൂടിയത്, അതോ അറിഞ്ഞുകൊണ്ട് തന്നെ അയാളുമായിട്ട് പങ്കാളിത്ത വ്യവസ്ഥയിലൂടെ അങ്ങനെയാണോ എന്നും അറിയില്ല. അതിന് വലിയൊരു ഇതിൻ്റെ ഒരു ലോഞ്ചിങ് ചടങ്ങുണ്ടായി അത്രേ. അന്ന് അവിടെ പങ്കെടുത്ത സിനിമാ താരങ്ങൾക്ക് വലിയ വലിയ ഫോണുകൾ, ഐഫോൺ അടക്കമുള്ള ഫോണുകൾ കൊടുത്തു. പക്ഷെ ആ ഫോണിൻ്റെ ബോക്സ് മാത്രമായിരുന്നു പുതിയതെന്നാ പറയുന്നത്. പഴയ ഐഫോണുകൾ പുതിയ പെട്ടിയിലാക്കിയിട്ട് ഇവർക്ക് സമ്മാനം നടത്തി കബളിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. ഓൺലൈൻ ലേലം അതൊക്കെയാണ് പരിപാടികൾ. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ജയസൂര്യയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്യാനാണ് കേട്ടോ. ഇനി ഫർദറായിട്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ജയസൂര്യയുടെ ഭാര്യയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ
ലഘുവല്ല എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ ഏതായാലും എല്ലാവരും ഇന്ത്യയിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കേരളത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പ്രശ്നത്തിനെ തലയിലേറ്റാൻ കഴിയാതെ വരുമ്പോൾ അവർ ഉന്നം വയ്ക്കുന്നത് ഉടനെ തന്നെ ദുബായിലേക്ക് കടക്കുക. ദുബായിൽ കടന്നുകൊണ്ടൊന്നും കേരള പോലീസ് വിടാൻ പോകുന്നില്ല. പക്ഷേ ഒരു താൽക്കാലികമായിട്ടുള്ള ശമനം, ഒരാശ്വാസം. നടൻ ജയസൂര്യയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എളുപ്പമായിട്ട് കിടക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗോൾഡൻ വിസയുണ്ട്. ഉത്തമന്മാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന വിസയാണ് ഗോൾഡൻ വിസ. എന്നെപ്പോലുള്ള കള്ളന്മാർ, ഫ്രോഡുകൾക്ക് ഗോൾഡൻ വിസ കിട്ടില്ല കേട്ടോ. അതിൻ്റെ ചരിത്രം വേറെയാണ്, അത് ഞാൻ അവിടെ പറയുന്നില്ല. ഒരാൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ അയാളെക്കുറിച്ച് പഠിക്കണമല്ലോ. ജയസൂര്യയെക്കുറിച്ച് പഠിച്ചു, ഉത്തമനാണെന്ന് ബോധ്യമായി, അദ്ദേഹത്തിന് ഗോൾഡൻ വിസ കൊടുത്തു. സ്വാമി ബ്രഹ്മാണ്ഡ തീർത്ഥ, താങ്കൾക്കും ഗോൾഡൻ വിസ. ആ പാവം, അതായത് ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചതല്ല, എന്നാലും താങ്കൾക്ക് ഗോൾഡൻ വിസ. പക്ഷെ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫ്രോഡാണ് സ്വാമി ബ്രഹ്മാണ്ഡ തീർത്ഥ എന്ന പേരിൽ അറിയപ്പെടുന്ന രമേശ് എന്ന് പറയുന്ന കള്ളൻ എന്ന് മനസ്സിലാക്കിയ ആ വലിയ മനുഷ്യൻ എൻ്റെ ഗോൾഡൻ വിസ, എനിക്ക് കിട്ടാവുന്ന ഗോൾഡൻ വിസ നിഷേധിച്ചു. ഏതായാലും ജയസൂര്യ കുറ്റവാളിയാണെങ്കിൽ അതൊരു പുതുമയുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പേരും പെരുമയും ഉപയോഗിച്ചുകൊണ്ട് അവസാനത്തെ കടുംവെട്ട് പോലും കെട്ടി പൈസ ഉണ്ടാക്കാനുള്ള ആർത്തി ഇല്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അത് രജനീകാന്ത്, ശിവാജിറാവു ഗെയ്ക്വാദ്. ഇന്നേ വരെ ഒരു അഡ്വർടൈസ്മെന്റ് പരിപാടിയിലും ഒരു ബ്രാൻഡ് അംബാസഡറായിട്ടും അദ്ദേഹം നിലകൊണ്ടിട്ടില്ല. ഏതൊരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് ഇത് വാങ്ങിക്കൂ, ഇത് വാങ്ങിച്ചാൽ നിങ്ങൾ, ഈ സോപ്പ് തേച്ചാൽ നിങ്ങൾ പ്രൈം മിനിസ്റ്ററിൻ്റെ പോലെ ആകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തരം ബ്രാൻഡ് അംബാസഡർമാർ വരിക. കള്ളത്തരാണതൊക്കെ. ഒരു പെണ്ണിൻ്റെ മാക്സിയും ഇട്ട് പെണ്ണിൻ്റെ ചെയിനും ധരിച്ച് മോഹൻലാൽ വരുന്നുണ്ട്. ആരും കൊതിച്ചു പോകും എന്നും പറഞ്ഞ് ഒരു ഷണ്ടൻ്റെ വേഷവും ധരിച്ചു. അതയാൾ കാണുന്നില്ലേ? നാലെന്താ, പൈസ കിട്ടി. പൈസ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയും എന്തും പൊക്കിക്കാണിക്കാൻ തയ്യാറുള്ള സിനിമാക്കാരാണ് കേരളത്തിലുള്ളത്. ആയതുകൊണ്ട് തന്നെ ജയസൂര്യക്ക് ഇത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിയില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാളെ വിളിപ്പിക്കുമ്പോൾ ഒരു തമാശയ്ക്ക് വിളിപ്പിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ബാക്കി വഴിയേ അറിയാം. നമസ്കാരം.